മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കുളത്തൂപ്പുഴ റൂറൽ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. ഇന്ന് വൈകിട്ട് 4 മണിക്ക് വനം മ്യൂസിയത്തിലെ കളരി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പുനലൂർ MLA PS സുബാൽ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. നമ്മുടെ കുളത്തൂപ്പുഴ മേഖലയിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഔദ്യോഗികമായി നിലവിൽ വരുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. മാധ്യമ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ ഗൗരവമായ ചർച്ചകളാണ് ആ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനയുടെ 3 തൂണുകളായി നമ്മൾ വിശേഷിപ്പിക്കുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3 തൂണുകളെയാണ് നമ്മൾ കാണുന്നത്. 4ാം തൂണായിട്ടാണ് മാധ്യമ മേഖലയെ നമ്മൾ കാണുന്നത്. അധികാരികളുടെ മുമ്പാകെ ജനങ്ങളുടെ ശബ്ദം നിർഭയമായി എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. നിർഭയവും നിഷ്പക്ഷവുമായി നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല അതിനെ കാണേണ്ടത്. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം 161ാമത്തെ സ്ഥാനമാണ്. നമുക്ക് പിന്നിൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരം രാജ്യങ്ങൾ ഒരുപക്ഷെ ഏകാധിപത്യ രാജ്യങ്ങളോ ഒക്കെ ആയിരിക്കാം. ജനാധിപത്യ രാജ്യങ്ങൾ ആകെ എടുത്ത് പരിശോധിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് കണക്കുകൾ കൊണ്ട് തന്നെ പറയേണ്ടി വരികയാണ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ കറപ്ഷൻ ഉള്ള ഒരു മേഖലയായി നമ്മുടെ രാജ്യത്തെ മാധ്യമ മേഖല മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കറപ്ഷൻ എന്ന് പറയുമ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലാകമാനം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഉടമകളെല്ലാം തന്നെ കോർപ്പറേറ്റുകൾ തന്നെ ഭരണം നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ കൂടി അവരുടെ കൈകളിലാകുമ്പോൾ എന്ത് ജനാധിപത്യമാണ് രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ഗൗരവമായി ഉയർത്തുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോ പെട്ടെന്ന് ഉദാഹരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ മാധ്യമം ഓൺലൈൻ മാധ്യമമാണ്. നിർഭയമായി കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്ന ന്യൂസ് ക്ലിക്കിന്റെ എല്ലാ ഓഫീസുകളിലും നിരന്തരമായിട്ടുള്ള റെയ്ഡുകൾ നടത്തിക്കൊണ്ട് ആ സ്ഥാപനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. BBC എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ ഭാഗമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് BBC ഓഫീസുകളിൽ നിരന്തരമായ റെയ്ഡ് നടത്തി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജ്യം വിടുന്ന സാഹചര്യം ഉണ്ടായി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവി, പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ശങ്കർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, വ്യാപാരി വ്യവസായി പ്രതിനിധി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ,
സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ഒരു ശക്തി നേരത്തെ തിരിച്ചറിഞ്ഞവർ പാശ്ചാത്യന്മാരായിരുന്നു. 1882 ലണ്ടൻ പ്രസ് ക്ലബ്ബ് സ്ഥാപിതമാകുന്നത്. ജോർജ് അഗസ്റ്റസ് സാലെ ഒരു കാർട്ടൂണിസ്റ്റും പ്രമുഖ പത്രപ്രവർത്തകനുമായിരുന്നു. അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച ലണ്ടൻ പ്രസ് ക്ലബിൻ്റെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. ഇപ്പം ടൈ കെട്ടുക എന്ന് പറയുന്നത് ഒരു കുലീനതയുടെയും അഭിജാത്യത്തിൻ്റെയും ഒക്കെ ഒരു അടയാളമായിട്ട് ഇന്ന് നമ്മൾ ഗണിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളൊക്കെ ടൈ കെട്ടി പോകുമ്പോൾ അവർക്ക് ഒരു പ്രത്യേകത ഉള്ളതായി സമൂഹം മനസ്സിലാക്കുന്നത് കരുതുന്നു. ഈ ഒരു അവസ്ഥ ഒരു മാധ്യമ രംഗത്ത് ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ഡിസംബർ 31 ശേഷം ജനുവരി 1 ന്യൂ ഇയർ പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് പുറത്ത് ഉള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 27ാമത്തെ പ്രോഗ്രാമാണ് ഈ 3 മാസക്കാലത്തിനിടയിൽ ഈ സ്ഥാപനത്തിൽ നടക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുമ്പോൾ വിവിധങ്ങളായ നിലയിലുള്ള നമുക്കെതിരെ വന്നിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനരഹിതമായ, നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഉണ്ടെങ്കിൽ അത് ചാനലായി എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇതുപോലെയുള്ള നല്ല പ്രവൃത്തികൾ വരുന്നതിന് അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിക്കാതെയാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നത്. അവർക്കെല്ലാം മാതൃകയായി ഈ റൂറൽ പ്രസ് ക്ലബ്ബ് നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധ നമ്മുടെ ഈ മലയോര പ്രദേശത്തെ പുല്ലൂർ ഏരിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന ഏറ്റവും ജനസമൂഹത്തിൽ എത്തേണ്ട വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായി അത് എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഈ പ്രസ് ക്ലബ്ബ്. അവരിന്ന് നല്ല നിലയിൽ റൂറൽ പ്രസ് ക്ലബ്ബായി രൂപീകരിക്കുമ്പോൾ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും ഏകീകരിച്ചുകൊണ്ട് ആ പ്രസ് ക്ലബിൻ്റെ ഒരു കൂട്ടായ്മയോടുകൂടി നല്ല നിലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ വാളെടുക്കുന്നവൻ എല്ലാം വെളിച്ചപ്പാടെന്നതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മാധ്യമ പ്രവർത്തക രംഗത്ത് ഒരു മൊബൈൽ ഫോണിലൂടെ എല്ലാവരും മാധ്യമ പ്രവർത്തകരായിട്ട് വേണ്ടാത്തതും വേണ്ടുന്നതുമായ വാർത്തകൾ ദൈനംദിനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് മാധ്യമ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളും അവർ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒട്ടേറെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഘടകത്തിലൂടെയാണ് രാജ്യത്ത് മാധ്യമ പ്രവർത്തകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരു പരിഹാരം എന്നതുപോലെ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ, ആ പ്രദേശത്തുണ്ടാകുന്ന ഓരോ ഹൃദയ തുടിപ്പുകളും അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ സുതാര്യമായി എല്ലാ ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആ പ്രദേശങ്ങളെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാധ്യമരംഗത്ത് നിൽക്കുന്നവർക്ക് ജനപ്രതികളെ കാട്ടി നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ അവർക്കൊരു പരിധി വരും. കുളത്തൂപ്പുഴ റൂറൽ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റും മാധ്യമം ദിനപത്രം പ്രതിനിധിയുമായ മൻസൂർ എസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് മെമ്പറും ജനയുഗം ദിനപത്രം പ്രതിനിധിയുമായ EK സുധീർ സ്വാഗതം ആശംസിച്ചു. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളായ ഫിറോസ് ഖാൻ, ജെറിൻ ജെയിംസ്, KG ബിജു, സുനിൽ വള്ളിക്കാല, സനിൽകുമാർ P, രാജേഷ് ബാബു, സുരേഷ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. വീട്ടുമുറ്റത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഊടുവഴികളിലെല്ലാം ഇന്ന് മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരു കണക്കിന് അത് ഏറ്റവും നല്ലതാണ്. കാരണം നാട്ടിലെ വിഷയങ്ങൾ വളരെ വേഗം അധികാരികളുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ മാധ്യമങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നതല്ലാണ്. പക്ഷേ ആ മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കുമ്പോൾ അത്തരം വാർത്തകളിലെ
സത്യസന്ധതയും കൂടെ പരിശോധിച്ചുകൊണ്ട് വേണം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്. പല റിപ്പോർട്ടുകളും ഏകപക്ഷീയമായി പോകുന്നു എന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വാർത്താ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഖേദകരമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് വാർത്തകളുടെ സത്യസന്ധമായ റിപ്പോർട്ടിംഗ് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. റൂറൽ പ്രസ് ക്ലബിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ കഴിഞ്ഞ കുറേ കാലമായി, ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കാലമായിട്ട് പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ പുതിയ ധാരാളം പ്രസ് ക്ലബ്ബുകളും ഗ്രൂപ്പുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നതുകൊണ്ട് നല്ല കാര്യമാണ്. നല്ല കഴിവുള്ളവരൊക്കെ ആ രംഗത്തേക്ക് വളർന്നു വരുന്നത് തീർച്ചയായും അല്പം താമസിച്ചാണെങ്കിലും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങനെ ഒരു കുളത്തൂപ്പുഴ റൂറൽ പ്രസ് ക്ലബ് എന്ന പേരിൽ ഒരു സംഘടന ഇത് രൂപപ്പെടുത്തുവാനും ഒക്കെ സാധിച്ചത് വളരെ സന്തോഷകരമായ ഒരവസ്ഥയായി കരുതുന്നു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആദ്യകാലം തൊട്ടേ ഇവിടുത്തെ പത്രപ്രവർത്തകരാണ്. വളരെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാത്തിനും കഴിവുള്ളവരാണ്. അവരുടെ പ്രവർത്തനം സമൂഹത്തിനും നമ്മുടെ നാടിനുമൊക്കെ വളരെ പ്രയോജനകരമാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും ഈ പ്രവർത്തനം വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുളത്തൂപ്പുഴ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ കുളത്തൂപ്പുഴയിലെ എല്ലാ വ്യാപാരികളുടെയും വ്യവസായികളുടെയും പേരിൽ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ മാധ്യമ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട്. മുൻപ് പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ പരിപാടികളായാൽ പോലും ഇങ്ങോട്ട് വന്ന് അഭിപ്രായം ചോദിക്കുകയും ഇങ്ങോട്ട് വന്ന് ന്യൂസ് എടുക്കുകയും ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ താല്പര്യപൂർവ്വം വാർത്ത കൊടുക്കുന്ന ഒരു കൂട്ടം പത്രപ്രവർത്തകരാണ് കുളത്തൂപ്പുഴയുള്ളത്. അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ തന്നെ ഈ ഒരു സംരംഭത്തിലൂടെ അങ്ങനെയുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഇലക്ഷൻ സമയമായതുകൊണ്ടായിരിക്കാം നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികനും സ്ഥല MLA-യുമായ അദ്ദേഹം ഒരല്പം രാഷ്ട്രീയം ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ കലർത്തിയോ എന്നെനിക്കൊരു സംശയമുണ്ടായി. അതിന് മറുപടി പറയാതെ പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു 2 വാക്ക് സൂചിപ്പിക്കുന്നു. അതായത് അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തിയ ഉദാഹരണങ്ങളെല്ലാം കേരളത്തിൻ്റെ അതിർത്തി കടന്നിട്ടുള്ളവയായിരുന്നു. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം, ഒരു ഇല്ലാത്ത SC/ST ആക്ട്, അതായത് സുപ്രീം കോടതി അവസാനം ആക്ഷേപിച്ച ആക്ടിൻ്റെ പേരിൽ ഷാജൻ ഷക്കറിയെ ഇരട്ട വിളക്ക് ഓടിച്ചൊരു സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. അതേപോലെ മംഗളം ചാനലിൻ്റെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ റെയ്ഡ് നടത്തിയ ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. എന്നാൽ ഇത് രണ്ടും മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള മാധ്യമ പ്രവർത്തകരുടെ പീഡനം ഇവിടെ പറഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ ആ വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തുന്നു. അതിലെല്ലാവരും ഈ ഒരു സംരംഭം വളരെ വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ധാരാളം ചെറുപ്പക്കാർ, ധാരാളം പേർ പ്രവർത്തിക്കുന്നുണ്ട്. സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിൽ വളരെയധികം എന്നുവെച്ചാൽ ഓരോ ദിവസവും പുതിയ ആളുകൾ രംഗത്തോട്ട് വരികയാണ്. അപ്പോൾ ഇത്രയും ഒരു താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതും അവർ രംഗത്തോട്ട് വരാൻ താല്പര്യപ്പെടുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മ, ഇവർക്ക് ഇത്രയും പേരുണ്ടെങ്കിലും ഒരു കൂട്ടായ്മയില്ലായിരുന്നു. നമ്മൾ എങ്ങനെയായാലും എത്ര പേരുണ്ടെങ്കിലും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല, കുളത്തൂപ്പുഴ. ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തൂപ്പുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ 21ാം വർഷത്തിലേക്ക്. കൊളുത്തൂപ്പുഴയിലെ ഏക ISO അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ 2024-25 അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യമായ PTI മീറ്റിംഗ്, ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം, കലാകായിക രംഗങ്ങളിലെ പിന്തുണ, എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിലനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ. ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ.